സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ S4 മംഗൾ ബാച്ചിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. സോ എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. അപ്പം അവരുടെ പെക്യുലർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കേരളാസ് നമ്പർ 1 എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റീസാണ് ക്ലാസ്സുകൾ എടുക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം. അതെങ്ങനെ എടുക്കാം? നിങ്ങൾക്ക് അവിടെ ചാനലിൽ പോകാം, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് അവിടെ ക്ലാസ്സുകൾ കാണാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ ക്വാളിറ്റി, ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു സുഖം ഇല്ലെങ്കിൽ നിങ്ങളത് കണ്ട് മനസ്സിലാക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. പിന്നെ വെൽ സ്ട്രക്ചേർഡ് ആൻഡ് ഷെഡ്യൂൾഡ് കരിക്കുലം ആയിരിക്കും. പിന്നെ എന്ന് പറയുക ഗേറ്റ് ഓറിയൻറ്റഡ് ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളൊക്കെ ലൈവ് ആയിരിക്കും. അത്യാവശ്യം നല്ല ഇൻട്രാക്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ നേരിട്ട് തന്നെ ക്ലിയർ ചെയ്യുക. ആ സമയത്ത് തന്നെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും. ലൈവായിട്ട് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. റെക്കോർഡർ ക്ലാസ്സസ്, ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡർ ക്ലാസ് നിങ്ങൾക്ക് പിന്നെ ഇരുന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെക്ചർ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ലെക്ചർ നോട്ട്സ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കാരണം ലെക്ചർ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഏറ്റവും യൂസ്ഫുൾ ആയിരുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മൊഡ്യൂൾ വൈസ് വൺ ഷോട്ട് റിവിഷൻ. കാരണം ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു വൺ ഷോട്ട് റിവിഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷൻ, ക്വിക്ക് റീക്യാപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു അത് മറന്നുപോയില്ല പഠിച്ച കാര്യങ്ങൾ. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ വൈസ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓക്കെ, മൊഡ്യൂൾ വൈസിന് ഒരു മൊഡ്യൂൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ ആ മൊഡ്യൂളിൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ മൊഡ്യൂൾ ഏകദേശം സെറ്റ് ആവും. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ്, ഈ എല്ലാ സബ്ജക്ട്സും എല്ലാ മൊഡ്യൂൾസും എടുത്ത് കഴിഞ്ഞാൽ അവസാനം ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടാവും. അത് എക്സ്റ്റേണൽ ആയിട്ട് പുറത്തത്തെ കുട്ടിക്ക് അത് പെയ്ഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ മംഗൾ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് അത് ഫ്രീ ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ 10%, അതായത് 10% ഓഫ് ഉണ്ടാവും നിങ്ങൾക്ക് എവിടെ, നിങ്ങളുടെ അപ്പോളോ ബാച്ചിൽ. അപ്പോളോ ബാച്ച് എന്ന് പറഞ്ഞാൽ S5 സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു ബാച്ച് ആയിരിക്കും. ആ ബാച്ചിൽ 10% ഓഫ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന് S4 മംഗൾ ബാച്ചിൽ. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സിന് S4 മംഗൾ ബാച്ച് ഉണ്ട് എന്ന് നോക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഫീസ്, അതിൻ്റെ പ്ലാൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. സോ ഇനി ബ്രാഞ്ച് വൈസ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സ് ഏതൊക്കെ നോക്കാം. ആദ്യം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യം മാത്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമർ, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. S4 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കോർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അനലോഗ് സർക്യൂട്ട്സ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. ആൻഡ് അതിൻ്റെ കൂടെ മാത്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് S4 കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കേസ് വരുമ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, ഗ്രാഫ് തിയറി, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഇത്രയും സബ്ജക്ട്സ് ആണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ കോറിൻ്റെ കാര്യമാണ്, നമ്മൾ നോൺ കോർ അവസാനം പറയും. അടുത്ത സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യമാണ്. സിവിൽ എഞ്ചിനീയറിംഗ് കേസ് വരുമ്പം ആദ്യം മാത്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, ജിയോളജി, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ഇത്രയും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സ് നോക്കാം. ആദ്യം മാത്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, തെർമോഡൈനാമിക്സ്, മാനുഫാക്ചറിംഗ് പ്രോസസ്, ഫ്ലൂയിഡ് മെഷീനറി. ഓക്കെ, അപ്പം നോൺ കോർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ എത്തിക്സ് ഓർ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്, ഈ രണ്ട് പലർക്കും ഡിസൈൻ ആയിരിക്കും, ചിലർക്ക് പ്രൊഫഷണൽ ആയിരിക്കും, അവർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ നോൺ ക്രെഡിറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വരെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് S4 സ്റ്റുഡൻസിന്. സോ ഈ പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ ഒരു പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഡയമണ്ട് പ്ലാൻ ഉണ്ട്. ഡയമണ്ട് പ്ലാൻ വരുമ്പോൾ S4 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫുൾ സെമസ്റ്റർ കോംബോ 6,699 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, അത് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഓഫർ December 22 വരെ വാലിഡ് ആയിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് കേസ് വരുമ്പോൾ സിൽവർ പ്ലാൻ ആണ്. സിൽവർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സബ്ജക്ട്സിൻ്റെ പ്രൈസാണ്. എന്ന് വെച്ചാൽ ഒരു സബ്ജക്ട് നിങ്ങൾ കൊടുക്കേണ്ടത് 2,999 ആണ് കൊടുക്കേണ്ടി വരിക. ഇതും ഓഫർ വാലിഡ് ടിൽ ഓൺലി December 22 ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫറാണ്, 10% ഓഫ്. അത് S3 S2 ചന്ദ്ര ബാച്ചിനും S3 മംഗൾ ബാച്ച് സ്റ്റുഡൻസിനും മാത്രമേ ഉള്ളൂ. ഈ ഓഫറും അതേപോലെ തന്നെ December 22 വരെ വാലിഡ് ഉള്ളൂ. അപ്പോൾ കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, December 22 മുൻപായി തന്നെ എടുക്കുക. ആൻഡ് ഈ ഒരു കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഐപാഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതും December 22 മുന്നേ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഒരു കാര്യം കൂടി പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് December 23 ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് December 23 ആയിരിക്കും. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ ബ്രാഞ്ച് ചെയ്താൽ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും പറയുകയാണ്, വേറെ ഏതെങ്കിലും ബ്രാഞ്ചിൽ വേറെ ഏതെങ്കിലും സ്റ്റുഡൻറ്റിന് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കുക. അതേപോലെ തന്നെ December 22 വരെയാണ് ഈ ഓഫർ വാലിഡ് ആവുന്നത്. അതിനുശേഷം പ്രൈസുകൾ കൂടുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും എൻറോൾ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ S4 മംഗൾ ബാച്ചിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ. സോ താങ്ക് യു.